നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് തന്നെയാ ജോസഫിന്റെ വിഷയത്തിലുണ്ടായത്. ജോസഫിന്റെ കൈവെട്ടിയത് ശരിയല്ല, അത് നമ്മൾ അപലപിക്കുന്നു. അത് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്ത്യൻ തീവ്രവാദിയായ ജോസഫ് എന്ന് പറയുന്നയാള് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മോശമായി പുസ്തകം എഴുതിയത്, ആ പ്രവാചകനെ പറ്റി മോശമായി ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത്, അത് തെറ്റായി പോയി എന്ന് പറയുവാനുള്ള ആർജവം കൂടി ഇവിടുത്തെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും അപ്പോസ്തലന്മാർക്കുണ്ടാകണമായിരുന്നു. ഇവിടുത്തെ മുസ്ലിം നേതാക്കളുണ്ടല്ലോ, എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ചാടിക്കേറി ചാനലുകൾക്ക് മുമ്പിൽ വന്ന് കുത്തിയിരുന്നിട്ട് ഇസ്ലാമിന് തീവ്രവാദമില്ല, ഇസ്ലാമിന് ഭീകരവാദമില്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ സ്വയം അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ നായകന്മാരുണ്ടല്ലോ, മുസ്ലിം നായകന്മാർ, അവരും ചോദിക്കണമായിരുന്നു, അവരും മറുപടി പറയണം, ജോസഫ് ചെയ്തത് ശരിയാണോ തെറ്റാണോ? ജോസഫ് ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലല്ലോ പുച്ഛിച്ചത്, ഒരു സമുദായത്തിന്റെ ഒരു സംഘടനയുടെ നേതാവിനെ അല്ലല്ലോ പുച്ഛിച്ചത്, മറിച്ച് ലോകത്തിലെ 140 എന്ന് പറയുമെങ്കിലും 170 കോടിയിൽ പരമുള്ള മുസ്ലിം ഉമ്മത്തുണ്ടല്ലോ, ആ മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അവൻ എല്ലാത്തിനേക്കാളും ഉപരി സ്ഥാനം കൊടുത്തിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ ഈ ജോസഫ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ തീവ്രവാദി അയാൾ പുച്ഛിച്ചത് ആ പ്രവാചകരെയാ. അത് അംഗീകരിക്കാൻ പറ്റുമോ? അംഗീകരിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചും ഏതെങ്കിലും മതത്തിന്റെ ഏതെങ്കിലും മതവിശ്വാസികളുടെ ദൈവങ്ങളെയോ അവരുടെ ആചാര്യന്മാരെയോ നിന്ദിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ടോ? ഇസ്ലാം കൽപ്പിക്കുന്നില്ല. മുസ്ലിങ്ങൾ ആരെങ്കിലും ഇത്രയും നാളുകളായി മുസ്ലിങ്ങൾ ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതന്മാരോ ഏതെങ്കിലും മുസ്ലിം നേതാക്കളോ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ ഭഗവാൻ കൃഷ്ണനെ കുറ്റം പറയുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തതായിട്ട് ഇവിടെ ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ, കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും സ്വതന്ത്രാനന്ദ ഭാരതത്തിൽ 947 കാലഘട്ടത്തിന് ശേഷം ഇതുവരെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ നിന്ദിച്ചതായിട്ടൊരു സംഭവം പറയാൻ പറ്റുമോ? നമ്മളത് ചെയ്യില്ല, നമുക്കത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? നമ്മുടെ മതം അത് ശക്തമായി എതിർക്കുന്നു. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു വന്നത് എന്താ? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അധിക്ഷേപിച്ച ജോസഫ് ചെയ്തത് തീവ്രവാദ പ്രവർത്തനമാണ്. അയാളുടെ പേര് കേസെടുക്കണം. ഇവിടെ ആൾക്കാർക്ക് വിഷമം എന്താ? ജോസഫിന്റെ ജോലി പോയതിനാ വിഷമം. ജോസഫിന് ജോലി കൊടുക്കണം, ജോസഫിനെ തിരിച്ചെടുക്കണം. ഇവിടെ ഭയങ്കര വിഷമ. ജോസഫിനെ തിരിച്ചെടുക്കാത്തത് കൊണ്ട് ആളുകൾക്ക് വിഷമം. റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞതല്ല, ഒരു സമുദായത്തെ മുഴുവൻ വേദനിപ്പിച്ചതിലല്ല വിഷമം, മറിച്ച് ജോസഫിനെ തിരിച്ചെടുക്കുന്നില്ല. ജോസഫിന് എന്താ? ജോസഫിന്റെ കൈക്കൊരു വെട്ടുകൊണ്ടെങ്കിൽ എന്താ? 2 തലമുറയ്ക്ക് തിന്നാനുള്ളത് അയാൾ ഉണ്ടാക്കി കഴിഞ്ഞു. ആ ഒരു കൈ കൊണ്ട് കോടിക്കണക്കിന് രൂപയെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള വിവിധ സംഘടനകൾ, ഇന്ത്യയിലുള്ള വിവിധ സംഘടനകൾ എന്താണ് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റം പറഞ്ഞപ്പോ ജോസഫിനെ സ്നേഹിക്കാൻ എന്തുമാത്രം ആളുകളാ? നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുക. ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട യഥാർത്ഥ പ്രതികളെ പിടിച്ചില്ല എന്ന് മാത്രമല്ല, സംശയത്തിന്റെ പേരിൽ കുറെ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുകയും അവരുടെ സ്വത്തുക്കൾ വരെ കണ്ടുകെട്ടുകയും ഈ എറണാകുളം ജില്ലയിലെ ഒരു മൂലയിൽ സംഭവിച്ച സംഭവത്തിന്റെ പേരിൽ NIA എന്ന് പറയുന്ന ഒരു സാധനത്തെ ഇറക്കിക്കൊണ്ട് ഇവിടെ വിറപ്പിക്കുമെന്ന രൂപത്തിൽ പ്രകടനം നടപ്പിലാക്കുകയും പരോക്ഷമായും പ്രത്യക്ഷമായും മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ആസൂത്രിതമായ നീക്കം നടത്തുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം പറയുവാനുള്ളത്, എന്തൊക്കെ പേരിൽ ഇവിടെ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാലും ഏതെല്ലാം രൂപത്തിൽ തീവ്രവാദികളാണ് മുസ്ലിങ്ങൾ, ഭീകരവാദികളാണ് മുസ്ലിങ്ങൾ, വർഗീയവാദികളാണ് മുസ്ലിങ്ങൾ എന്നൊക്കെ പ്രചരിപ്പിച്ച് മുസ്ലിം സമുദായത്തെ അമർച്ച ചെയ്തുകൊണ്ട് ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും ഇവിടെ ക്രിസ്ത്യൻ തീവ്രവാദം തലച്ചു വളർത്തുവാനും വേണ്ടിയിട്ട് ആസൂത്രിതമായ നീക്കം നടത്തുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, എന്തെല്ലാം പേരിൽ അധിക്ഷേപിച്ചാലും എന്തെല്ലാം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഇനിയും അല്ലാഹുവിന്റെ ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാക്ഷേപിച്ചോ അവരോട് സന്ധിയാകാൻ ജീവനുള്ളിടത്തോളം കാലം മുസ്ലിം ഉമ്മത്തിന് കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അഭിപ്രായം. അതിനോട് യോജിക്കാൻ പറ്റൂല.
ഏതെങ്കിലും എംബോക്കിക്ക് തോന്നുമ്പോ കയറിയിട്ടൊരു പേന എടുക്കുക, റസൂലുള്ളാഹിനെ പറ്റി എഴുതുക, വേറെ ആരെയൊക്കെ പറ്റി എഴുതാം, ആരെ പറ്റി എഴുതാനില്ലേ, അയാളുടെ സ്വന്തം തന്തയെ പറ്റി തന്നെ എഴുതിക്കൂടെ?